തമിഴ്നാട്ടിൽ ബി.ജെ.പിയെ വളർത്താൻ വന്ന അമിത്ഷയും മോദിയും ഒക്കെ കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് തമിഴ്നാട്ടിലെ ജനങ്ങൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വലിയ ആരാധന പുരുഷനാണ് രജനീകാന്ത്. അവിടെ രജനീകാന്തിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ബി.ജെ.പിയെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ സ്വാധീനം കുത്തനെ ഇടിഞ്ഞു പോകുമെന്നുള്ള കാര്യം ബി.ജെ.പി മനസ്സിലാക്കാതെ പോയി. കാരണം ഉത്തരേന്ത്യയിൽ കാവിക്കൊടി പാറിപ്പിച്ച ബി.ജെ.പിക്ക് ദക്ഷിണേന്ത്യയിൽ കാവിക്കൊടി പാറണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വ്യക്തമായ വേരോട്ടം കാഴ്ചവെക്കണം. പക്ഷേ രജനീകാന്തിലൂടെ അത് സാധ്യമാവുകയില്ല എന്ന് രജനീകാന്ത് തന്നെ ദാ ഇപ്പോൾ തുറന്നു പറയുകയാണ്. അമിത്ഷാ അടങ്ങുന്ന പ്രമുഖ നേതാക്കളാണ് രജനീകാന്തിനെ ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെത്തിയത്. പക്ഷേ ആ ശ്രമം പാളി. എന്നാൽ അടുത്ത ശ്രമമാവട്ടെ, രജനീകാന്ത് സ്വന്തമായ ഒരു പാർട്ടി രൂപീകരിക്കുന്നു. ആ പാർട്ടി ബി.ജെ.പിയുമായിട്ട് സഖ്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അമിത്ഷയും കൂട്ടരും കരുതുന്നു. അങ്ങനെ രജനീകാന്തിനെ മുന്നിൽ വെച്ച് ബി.ജെ.പി തമിഴ്നാട്ടിൽ കൃത്യമായ രാഷ്ട്രീയം കളിക്കാൻ മുന്നോട്ട് വരുന്നു. പക്ഷേ രജനീകാന്തിന് അതിന് താല്പര്യമില്ല എന്ന് ഇപ്പോൾ വിളിച്ചുകൂവി പറയുന്നു. ആദ്യം താല്പര്യം പ്രകടിപ്പിച്ച രജനീകാന്ത് ബി.ജെ.പിയുടെ ഒരു പ്രമുഖ നേതാവിനെ കൂടെ കൂട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ രജനീകാന്ത് പറയുന്നത് ഇങ്ങനെയാണ്: ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് തന്നെ. അതായത് ബി.ജെ.പിയെ അനുകൂലിക്കാൻ പോലും താനില്ല എന്ന് തന്നെ. ഒപ്പം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരുപക്ഷെ എന്റെ ഈ രാഷ്ട്രീയ പ്രവേശനം വലിയ ചർച്ചയാകുമായിരിക്കാം, പക്ഷേ അതൊന്നും വോട്ട് ബാങ്ക് ആവില്ല എന്ന് വ്യക്തമായ ഉറപ്പുണ്ട് രജനീകാന്തിന്. അത് അദ്ദേഹം തന്നെ പറഞ്ഞ് സമ്മതിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ, രജനീകാന്ത് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറയുമ്പോൾ, ബി.ജെ.പി വീണ്ടും തമിഴ്നാട്ടിൽ ആകെ അസ്വസ്ഥരായി മാറുകയാണ്. കാരണം വിജയ് എന്തായാലും ബി.ജെ.പിക്കൊപ്പം നിൽക്കില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മുൻനിരയിലുള്ള മറ്റൊരു താരവും ബി.ജെ.പിയുടെ കൂടെ നിൽക്കില്ല. ഇനി എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് തന്നെയായിരിക്കും അവരുടെ നിലപാട്. കാരണം തമിഴ്നാട്ടിലെ ജനങ്ങൾ ബി.ജെ.പിയെ അത്രത്തോളം വെറുക്കുന്നുണ്ട്. അങ്ങനെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കളിക്കാൻ ദക്ഷിണേന്ത്യയിൽ രജനീകാന്തിനെ ആയുധമാക്കിയ അമിത്ഷയ്ക്കും മോദിക്കും തിരിച്ചടികൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രജനീകാന്തിന് വളരെ വ്യക്തമായി അറിയാം, തമിഴ്നാട്ടിൽ ബി.ജെ.പിക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ തന്നെ ഇത്രയും കാലം സ്നേഹിച്ച ജനങ്ങൾ ആ സമയം കാർക്കിച്ചു തുപ്പും എന്ന്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.